ബ്രെഡും പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ബ്രെഡൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 5 ബ്രെഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ലോണം തന്നെ ഒന്നുങ്ങ് പൊടിച്ചെടുത്തോണ്ട് വരുന്നുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഉണങ്ങിയ ഒരു ജാർ വേണോട്ടോ എടുക്കാനായിട്ട്, നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോ ഈ ബ്രെഡ് ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ആക്കി ശരിക്കും ബ്രെഡിന്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചൂടൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നുങ്ങ് ചൂടാക്കി എടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി, ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇതുപോലെ നന്നായിട്ട് ഒന്നുങ്ങ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാൻ തന്നെ ഒന്ന് ക്ലീൻ ആക്കി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നല്ലോണം ഒന്നുങ്ങ് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4-5 ബ്രെഡ് ഒക്കെ എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രം മതിയാവും കേട്ടോ. കുറച്ചും കൂടി ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ പതുക്കെ കളറൊക്കെ ഒന്നും കൂടെ മാറി കാരമലൈസ് ആയി വരുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഡാർക്ക് ഒന്നും ആക്കി ചെയ്യണ്ട. ഇതേപോലെ ഒന്നുങ്ങ കളറ് മാറി പതയൊക്കെ ഒന്നും കൂടെ മാറി വന്നാൽ മാത്രം മതി. ഈ ഒരു പരിവം കറക്റ്റ് ആണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം തിളപ്പിച്ചതൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ആദ്യമേ ഒരുമിച്ച് ഒഴിക്കരുത്. ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കയ്യിലേക്കൊക്കെ ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം തന്നെ വെള്ളവും കൂടി ചേർത്ത് ഒന്നിങ്ങ് തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാലും കൂടി ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ആക്കി പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇതുപോലെ തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ പാലിന്റെ മിക്സുമായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ശരിക്കും ഒന്നുങ്ങ് യോജിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും പാലും ഒക്കെ ആയിട്ട് ബ്രെഡ് നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. പാൽപ്പൊടി മിസ്സാക്കരുത് കേട്ടോ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നല്ല സ്വീറ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഒന്നുങ്ങ് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ആക്കി കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന പരിവാകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തേനേക്കാളും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നെയ്യ് പറ്റിയ മറ്റൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേപോലെ പതുക്കെ ഒന്നും കൂടെ ലെവലാക്കി വലിയ ചൂടൊക്കെ ഒന്നാറി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്നും കൂടി തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ബ്രെഡും പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളിയുള്ള സ്വീറ്റ് തന്നെയാണ്. കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും തന്നെ വേണ്ട. കാരമലൈസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നങ്ങ് തണുത്ത് വരേണ്ട സമയവും. അപ്പൊ ബ്രെഡ് കൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.